അങ്ങനെതാ കാത്തിരുന്ന് പറഞ്ഞിരുന്ന് ഓണം ഇങ്ങെത്തിയല്ലേ, അത്തം പത്തിന് പൊന്നോണം. അപ്പോൾ ഇന്ന് ഞങ്ങൾ എങ്ങോട്ടാ പോകുന്നതെന്നറിയോ? ആറന്മുള വള്ള സദ്യ കഴിക്കാനാണ് കേട്ടോ. ഇതിനെക്കുറിച്ച് കേട്ടിട്ടുള്ളവരും കഴിച്ചിട്ടുള്ളവരും ഒക്കെ ഉണ്ടാവും. ഞങ്ങൾ എന്തായാലും ഇത് ആദ്യത്തെ തവണയാണ് കേട്ടോ അവിടെ പോയി സദ്യ കഴിക്കുന്നത്. പിന്നെ കല്യാണങ്ങൾക്കൊക്കെ ഇവരെ വിളിച്ച് സദ്യ കൊടുക്കാറുണ്ടല്ലോ, ആ സമയത്ത് കഴിച്ചിട്ടുണ്ട്. അല്ലാതെ വള്ളസദ്യക്കായിട്ട് പോകുന്നത് ഇത് ആദ്യത്തെ തവണയാണ്. ഞങ്ങൾ രണ്ടുപേരും മാത്രമാണ് കേട്ടോ പോയത്, കാരണം 2 പാസ്സേ കിട്ടിയുള്ളൂ. പിന്നെ പിള്ളേർക്കൊന്നും പാസ് വേണ്ട, പിന്നെ അവരെ കൊണ്ടുപോയില്ല കേട്ടോ. പിന്നെ ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് തന്നെ ഈ കറികളാണല്ലോ. പക്ഷെ ഞങ്ങൾ ചെന്നപ്പോൾ കുറച്ച് താമസിച്ചു കേട്ടോ. വീട്ടിലെ കുറെ പണികളും പിന്നെ മോന് ട്യൂഷൻ ഉണ്ടായിരുന്നു, അവനെ തിരിച്ച് വിളിച്ചോണ്ട് വരണമായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് പോയപ്പം കുറേ സമയം പോയി. വള്ളക്കാര് പാടി ചോദിക്കുന്ന കറികളാണ് വിളമ്പുന്നത്, പകുതി പിന്നെ അല്ലാതെ വിളമ്പുന്ന കറികളും. ആ ഒരു സംഭവം ആദ്യമായിരുന്നു കേട്ടോ. ഞാൻ ഇന്ന് പോകുമ്പോൾ എന്തായാലും അത് വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചിരുന്നു, പക്ഷെ ആ സമയത്ത് എത്താൻ പറ്റിയില്ല. ഞങ്ങൾ അത് കഴിഞ്ഞിട്ട് അതിന്റെ അടുത്ത ട്രിപ്പിനാണ് കേട്ടോ ഇരുന്നത്. ശരിക്കും 4 കൂട്ടം പായസം ഉണ്ടായിരുന്നു. ഞാൻ 2 പായസമേ വാങ്ങിച്ചുള്ളൂ കേട്ടോ. അപ്പോഴേക്കും വയറ് നിറഞ്ഞു. രാവിലെ ഇങ്ങോട്ടൊക്കെ നല്ല മഴയായിരുന്നു കേട്ടോ. അപ്പൊ ഇന്നത്തെ ദിവസം മുഴുവൻ മഴയായിരിക്കും എന്നാ വിചാരിച്ചത്. അത്തം കറുത്ത ഓണം വെളുക്കുന്നതാണല്ലോ, പക്ഷെ അത് കഴിഞ്ഞിട്ട് ഭയങ്കര വെയിലായി കേട്ടോ. ഒരു കർക്കിടകം പകുതിയൊക്കെ മുതൽ ഇവിടെ സദ്യ തുടങ്ങുന്നതാണ് കേട്ടോ. പക്ഷെ പാസ് കിട്ടാനും ഇതൊന്ന് ബുക്ക് ചെയ്യാനും ഒക്കെ ഭയങ്കര പാടാണ്. ഇന്ന് ചേട്ടന്റെ ഓഫീസിലൊരു സാറൊക്കെ സ്പോൺസർ ചെയ്തതായതുകൊണ്ടാണ് കേട്ടോ നമുക്ക് കൂപ്പൺ കിട്ടിയത്. അങ്ങനെ സദ്യയൊക്കെ കഴിച്ച് വയറ് നിറഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് വരികയാണ്. പോരുന്ന വഴി പിള്ളേർക്ക് കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ മേടിച്ചുകൊണ്ട് ഇങ്ങ് പോന്നു.